കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. പൾസർ സുനിയെ അറിയില്ലെന്നും കണ്ടിട്ടില്ലെന്നുമുള്ള മറുപടിയാണ് ദിലീപ് നിരന്തരം നൽകുന്നത്. തെളിവുകൾ കാട്ടി ചോദ്യം ചെയ്യുമ്പോഴും ദിലീപ് മറുപടി നൽകുന്നില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. അതേസമയം പോലീസിനോട് പരാതിയില്ലെന്നാണ് ദിലീപ് കോടതിയിൽ അറിയിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും മതിയായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷൻ കോടതിയെ അറിയിച്ചു. വേണ്ട സമയത്ത് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെയാണ് ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുന്നത്. നാളെ 5 മണി വരെയാണ് ദിലീപിന്റെ കസ്റ്റഡി കാലാവധിയും. കേസിൽ DGP വരെയുള്ള ഉദ്യോഗസ്ഥർ ദിലീപിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതിനാൽ ഇനി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുതെന്നും അപേക്ഷ തള്ളി ജാമ്യാപേക്ഷയിൽ വിധി പറയണമെന്നും ദിലീപിനായി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചു. നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്ത് തെളിവുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. അഡ്വക്കേറ്റ് രാംകുമാറും സംഘവുമാണ് ദിലീപിനായി ഹാജരായത്. സാക്ഷികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാപ്പുസാക്ഷിയെ അന്വേഷിക്കുന്നതെന്നും ഒന്നാം പ്രതിയുടെ ഫോൺ കണ്ടെത്താനുള്ള ചുമതല മറ്റു പ്രതികൾക്കല്ലെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള രാംകുമാറിന്റെ പ്രതികരണം.